മലയാള സിനിമയിൽ സയൻസ് ഫിക്ഷൻ എന്ന ജേണറിൽ വേറിട്ടൊരു പരീക്ഷണവുമായി എത്തിയ സിനിമയാണ് ഭരതൻ എഫക്റ്റ്. അനിൽ ദാസ് സംവിധാനം ചെയ്ത ഈ സിനിമയുടെ കഥയൊരുക്കിയത് മധുമുട്ടമാണ്. ബിജു മേനോൻ, സുരേഷ് ഗോപി, ഗീതു മോഹൻദാസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രം സസ്പെൻസ്, സയൻസ് ഫിക്ഷൻ, മിസ്റ്ററി എലമെന്റ്സ് ഒക്കെ ചേർത്ത് പ്രേക്ഷകരെ ചിന്തിപ്പിക്കുന്ന കഥയാണ് ഇതിലൊരുക്കിയിരിക്കുന്നത്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു കൊച്ചു പയ്യനെ കാണിക്കുന്നു. അത് ഭരതനാണ്. ഭരതൻ്റെ കുട്ടിക്കാലം. അവൻ പഠിക്കാൻ സമർത്ഥനാണെങ്കിലും അവന് സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, അതിനോടൊക്കെയാണ് താല്പര്യം. പക്ഷേ ഭരതൻ്റെ അമ്മയ്ക്കൊന്നും അതിലൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കുട്ടിക്കാലത്ത് തന്നെ അവനെ എല്ലാത്തിൽ നിന്നും ഒതുക്കുന്ന ഒരു പ്രവണതയായിരുന്നു എല്ലാവരും കാണിച്ചിരുന്നത്. അവൻ്റെ സ്വപ്നങ്ങൾക്ക് തന്നെ ബാല്യത്തിലെ വിലക്കുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ഭരതൻ വളരുന്നു. അവൻ്റെ കണ്ടുപിടുത്തങ്ങളും കൂടെ വളരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടാണ് ഗീതു മോഹൻദാസ് ഇത് വേഷമിട്ടിരിക്കുന്നത്. പുള്ളിക്കാരിയുടെ പേര് ഗീത എന്നാണ്. ഇതിൽ ജഗതി ശ്രീകുമാറിനെ കാണിക്കുന്നുണ്ട്. ജഗതി ശ്രീകുമാർ അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണ് കറിയാച്ചൻ എന്നുള്ളത്. കറിയാച്ചൻ എന്ന് പറയുന്നത് ഇവർ താമസിക്കുന്ന വാടക വീടിൻ്റെ ഓണറാണ്. വീടിൻ്റെ കുറേ വാടക കുടിശ്ശിക ഭരതൻ അയാൾക്ക് കൊടുക്കാനുണ്ട്. ഭരതന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ജോലി അന്വേഷിക്കുന്നുണ്ട്. ഒന്നും കിട്ടുന്നില്ല. കാരണം എന്ത് ജോലി ചെയ്താലും പിന്നീട് ഭരതൻ്റെ കണ്ടുപിടുത്തങ്ങൾ കാരണം അതിനകത്ത് നിന്ന് സ്കിപ്പായി പിന്നെ അതിലേക്ക് അങ്ങ് പോകും. ഈ ചിത്രത്തിൽ സുധീഷിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ബിജു മേനോൻ്റെ അടുത്ത ഫ്രണ്ടായിട്ടാണ്. ബിജു മേനോനെ കറിയാച്ചന് പരിചയപ്പെടുത്തി കൊടുത്തത് സുധീഷാണ്. അങ്ങനെ അയാൾ വാടക കുടിശ്ശിക കിട്ടാത്തതിൻ്റെ പേര് വീട്ടിൽ വന്ന് കുറേ കോലാഹലമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെയിരിക്കെ ഭരതൻ്റെ അടുത്ത സുഹൃത്തായ സുധീഷ് ഒരു സ്കൂൾ മാഷിൻ്റെ ഒഴിവിൽ ഭരതനെ അവിടേക്ക് കയറ്റി വിടുന്നു. അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഭരതൻ പൊടി തട്ടി വെച്ചിരിക്കുന്ന ഭരതൻ്റെ ഒരു പഴയ യന്ത്രം എടുക്കുന്നത്. ഇത് ഗീതയ്ക്ക് വേണ്ടിയിട്ട് ഭരതൻ കണ്ടുപിടിച്ച യന്ത്രമാണ്, മുറ്റം അടിക്കാൻ വേണ്ടി. അപ്പോൾ അത് പെട്ടെന്ന് ഭരതൻ ഒരു ഐഡിയ തോന്നുന്നു. അത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗീത ദേഷ്യപ്പെട്ട് നിങ്ങൾ പണിക്കൊന്നും പോകണ്ട എന്ന് പറഞ്ഞിട്ട് അത് എടുത്ത് തെള്ളി മുറ്റത്ത് കളയും. കുറച്ച് കഴിയുമ്പോഴേക്കും ആ വീട്ടിലേക്ക് കറിയാച്ചൻ കയറി വരും. കറിയാച്ചൻ കയറി വന്ന് നോക്കുമ്പം ഈ മെഷീൻ മുറ്റം അടിക്കുന്നു. കറിയാച്ചൻ പെട്ടെന്ന് ഞെട്ടിപ്പോവും. ഇതെന്താ സംഭവം? ഭരതൻ്റെ കണ്ടുപിടുത്തമാണോ? ഞാൻ കേട്ടിട്ടുണ്ട് ഗീത, ഇതുപോലൊക്കെയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താൻ ഭരതൻ മിടുക്കനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഗീത എന്ന് പറയും. എന്നിട്ട് പുള്ളിക്കാരൻ ചോദിക്കും, ഇത് കുറച്ച് ദിവസത്തെ എൻ്റെ വീട്ടിലേക്ക് തരാമോ? ഭാര്യയ്ക്ക് മുറ്റം അടിക്കാനാണ്, അവൾക്ക് ഇതുപോലെ വയ്യ, അപ്പോൾ ഇത് കൊണ്ടുപോയാൽ സഹായമാവും, ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുതരാമെന്ന് പറയും. അങ്ങനെ ഭരതൻ വരും. ഭരതൻ വന്നിട്ട് പുള്ളിക്കാരൻ പോയോ എന്ന് ചോദിക്കും. അപ്പോൾ ഗീത പറയും പോയി, കൂട്ടത്തിൽ ആ മെഷീനും കൊണ്ടുപോയെന്ന് പറയും. ഭരതൻ ഗീതയോട് ചോദിക്കും അത് എന്തിനെടുത്ത് കൊടുത്താൽ, എൻ്റെ പണി പോലും ഫിനിഷ് ആയിട്ടില്ല. അപ്പോൾ ഗീത പറയും നമ്മുടെ വീടിൻ്റെ വാടക കുടിശ്ശിക അതിൽ നിന്ന് കുറച്ചോളാമെന്ന് കറിയച്ചൻ പറഞ്ഞു. അങ്ങനെ ഭരതൻ സൈക്കിളും എടുത്ത് കറിയച്ചൻ്റെ പുറകെ വിടുന്ന സമയത്ത് പെട്ടെന്ന് ഭരതൻ സൈക്കിളിൽ നിന്ന് താഴെ വീണ് ആകാശത്തോട്ട് നോക്കിയപ്പോൾ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. ഒരു പ്രകോപനമില്ലാതെ ഒരു പേപ്പർ കടലാസ് പ്ലെയിൻ ഇങ്ങനെ പറന്ന് അന്തരീക്ഷത്തിൽ നിൽക്കുന്നു, ഫ്ലോട്ട് ചെയ്ത് സ്റ്റേബിളായിട്ട് പറന്നിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഭരതൻ കുറേ പേരെ വിളിച്ച് കാണിക്കാനൊക്കെ നോക്കും. അപ്പോൾ ഭരതൻ പറയുന്ന ആരും വിശ്വസിക്കുന്നില്ല. അവർ പറയും നട്ടുച്ച വെയിലടിച്ചുകൊണ്ട് നിനക്ക് വട്ടാണ് എന്നൊക്കെ പറയും. പക്ഷേ ഭരതൻ സ്കൂളിൽ ചെന്ന് കുട്ടികളുടെ അടുത്ത് ഇത് ആവർത്തിക്കും. കുട്ടികൾ ഭരതനെ ഒരുപാട് കളിയാക്കും. കൂട്ടത്തിൽ തങ്കച്ചൻ എന്ന് പറയുന്നൊരു പയ്യൻ കൂടുതൽ കളിയാക്കും. അപ്പോൾ ഭരതൻ പ്രകോപിതനായിട്ട് അവൻ്റെ കുത്തിന് പിടിക്കുകയും അവർ തമ്മിൽ വഴക്കാവുകയും ആ ജോലി പോവുകയും ചെയ്യും. അവിടുന്ന് നേരെ ഭരതൻ ആ പറമ്പിലേക്ക് ചെല്ലുന്നു. പറമ്പിലേക്ക് ചെല്ലുമ്പോൾ കൂട്ടത്തിൽ സുധീഷ് വരും. സുധീഷ് വന്നിട്ട് എന്താടാ കാര്യം എന്നൊക്കെ ചോദിക്കും. ഭരതൻ പറയും ജോലി പോയി, ഇത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക എന്നതാണ്, ഞാൻ പറഞ്ഞിട്ട് അതിന് വിശ്വസിക്കുന്നില്ലെന്ന് പറയും. അങ്ങനെ ഭരതനെ എല്ലാവരുടെ വട്ടനാക്കും. സുധീഷ് എന്നിട്ട് ഭരതനെ വിളിച്ചുകൊണ്ട് ഭരതൻ്റെ വീട്ടിൽ വരും. എന്നിട്ട് ഗീതയെ കാണും. ഗീതയെ കണ്ട് കാര്യമൊക്കെ പറയും. എന്നിട്ട് ഗീതയാണെങ്കിൽ ചോദിക്കും ഇത് എന്ത് പറ്റി, അത് ഉടുപ്പൊക്കെ കയറിയല്ലോ. അപ്പോൾ സുധീഷ് പറയും ജോലി പോയി, ക്ലാസ്സിൽ ഇതുപോലെ പ്രശ്നമായി എന്നൊക്കെ പറയും. അപ്പോഴും സ്ഥിരം കാര്യം തന്നെയാണ് ഭരതൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകാശത്ത് ഈ പ്ലെയിൻ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ സുധീഷ് പറയുന്നു അത് ആ പറമ്പിൽ വെച്ചിട്ടാണ്, അവിടെ ഒരു കപ്പിയാർ മരണപ്പെട്ട പറമ്പാണ്, അവിടെ പ്രേതശല്യമൊക്കെ ഉണ്ട്, അത് അത്ര ശരിയായിട്ടുള്ള പറമ്പൊന്നും അല്ല എന്നൊക്കെ പറയും. ചിലപ്പോൾ അതായിരിക്കാം ഭരതൻ്റെ ഈ മാനസിക നിലയ്ക്ക് കാരണം. പക്ഷേ ഭരതന് കുഴപ്പമൊന്നുമില്ല. ഭരതൻ നോർമലാണ്. ഭരതൻ പറയുന്ന കാര്യങ്ങളാരും വിശ്വസിക്കുന്നില്ല. അതായിരുന്നു കുഴപ്പം. തൻ്റെ കഴിവിലും കണ്ടുപിടുത്തങ്ങളിലും ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിപ്രകോപിതനാകുമ്പോൾ ഭരതൻ്റെ അബ്നോർമൽ സ്റ്റേജ് ഉണർന്നു കഴിയുമ്പോൾ പരിസരബോധം കംപ്ലീറ്റ് മറക്കുന്നുണ്ട് ഭരതൻ. അങ്ങനെ ഭരതൻ വീട്ടിൽ വന്നിട്ട് അവൻ്റെ പരീക്ഷണശാലയിൽ പേപ്പറൊക്കെ വെച്ചിട്ട് അത് തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നു. ഗീത ചോദിക്കുന്നു എന്തായത് ഭരതേട്ടായി കാണി. ഭരതൻ ഗീതയോട് തിരിച്ചു ഒരു റെസ്പോണ്ട് ചെയ്യുന്നില്ല. കാരണം ഭരതൻ്റെ മനസ്സ് മുഴുവൻ അതെങ്ങനെയാണ് അന്തരീക്ഷത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിന്നത് അത് കണ്ടുപിടിക്കണം, അത് മാത്രമായിരുന്നു ഭരതൻ്റെ മനസ്സിൽ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ തങ്കച്ചൻ്റെ വീട്ടിൽ, അതായത് ബിജു മേനോനും ഒരു പയ്യനുമായിട്ട് വഴക്കുണ്ടായെന്ന് പറഞ്ഞില്ലേ, അവൻ്റെ വീട്ടിലേക്ക് ഒരു ലെറ്റർ വരുന്നു. അപ്പോൾ അവൻ്റെ അച്ഛനാണ് ഇന്നസെൻറ്റ്. അപ്പം ആ ലെറ്ററിനകത്ത് ഉള്ളത് അവനെ സ്കൂളിൽ നിന്ന് പിരിച്ചു വിട്ടു. അതൊക്കെ എല്ലാവരും അറിഞ്ഞു. അടുത്ത സീനിൽ കാണിക്കുന്നത് കറിയച്ചൻ്റെ വീടാണ്. കറിയച്ചൻ്റെ അളിയൻ കറിയച്ചൻ്റെ വീട്ടിലേക്ക് വരുന്നു. അയാൾ പുറത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്, ബിസിനസ്സുകാരനാണ്. അപ്പോൾ പുള്ളിക്ക് ഈ മിഷ്യൻ കാണണം. അപ്പോൾ കറിയച്ചൻ വന്ന് നോക്കുമ്പോൾ മുറ്റം അടിക്കുന്ന മിഷ്യൻ തേങ്ങ പിരിക്കുന്നു, തെങ്ങിക്കറി തേങ്ങ പിരിക്കുന്നു. അപ്പോൾ ഭരതൻ കൊള്ളാമല്ലോ, ഇതെങ്ങനെയും നമുക്ക് ഇതിൻ്റെ ഓണർഷിപ്പൊക്കെ വാങ്ങിയെടുക്കണം, ഇതിൻ്റെ നിർമ്മിതിയൊക്കെ നമുക്ക് ഏറ്റെടുക്കണം എന്നൊക്കെ കറിയച്ചനും ഇവർ തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കുകയാണ്.
അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ തങ്കച്ചൻ്റെ അച്ഛൻ ഇന്നസെൻ്റ് തങ്കച്ചൻ്റെ ഒരു ജോലി ടയർ കട വാങ്ങിക്കൊടുത്തിരുന്നു. അപ്പോൾ അവിടേക്ക് തങ്കച്ചൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പറയുന്നു, എടാ ഭരതൻ സാറിന് മെൻ്റലി എന്തോ അസുഖമൊക്കെ ഉണ്ട്, പുള്ളിക്ക് വട്ടാളാ എന്നൊക്കെ പറയും. അവിടേക്ക് തങ്കച്ചൻ്റെ അച്ഛൻ വരും. ഇന്നസെൻ്റ് വന്നിട്ട് പറയും, നിൻ്റെ കൂട്ടുകാർ ഇവിടെ വന്നോ, എന്നാ നീ പോയി ഊണ് കഴിക്കുക, 100 രൂപ പുള്ളിയുടെ കൊടുക്കുന്നു. അങ്ങനെ രാത്രി തങ്കച്ചൻ്റെ മനസ്സ് മൊത്തം ഉറങ്ങാൻ പറ്റുന്നില്ല. മൊത്തം ഭരതൻ സാറുമായിട്ട് നടന്ന ക്ലാഷും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടേക്ക് ഒരു ലോറി കാറ്റടിക്കാനായിട്ട് എയർ ചെക്ക് ചെയ്യാൻ കയറി വരും. അവിടുത്തെ മുതലാളി വന്ന് പറയും, എടാ നീ വന്ന് കാറ്റടിക്കുക, നീ കിടന്ന് ഉറങ്ങാതെ. അപ്പോൾ ടയർ ശരിയാക്കുന്ന സമയത്ത് ടയർ കാറ്റടിക്കും തങ്കച്ചൻ എന്നിട്ട് ട്യൂബ് മാറ്റി വെക്കുന്ന സമയത്ത് ഈ ടയർ ഒരു പ്രകോപനമില്ലാതെ അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കും. അപ്പോൾ തങ്കച്ചൻ ഇത് കുറേ പേരെ വിളിച്ച് കാണിക്കാനൊക്കെ നോക്കും. അപ്പോൾ ടയർ താഴെ വീഴും. അപ്പോൾ തങ്കച്ചന് വട്ടാണ്, എല്ലാവരും ഓടി വരണമെന്നൊക്കെ പറയും. അപ്പോൾ തങ്കച്ചൻ പറയുന്ന ആരും വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ ചെറുക്കൻ ഉറക്കഭ്രാന്താന്ന് പറഞ്ഞിട്ട് അവനെയും ബട്ടനാക്കാൻ എല്ലാവരും കൂടെ ശ്രമിക്കും. അടുത്ത സീനിൽ കാണിക്കുന്നത് തങ്കച്ചൻ്റെ വീടാണ്. തങ്കച്ചൻ്റെ അച്ഛൻ പറയും, ഇവൻ ഇങ്ങനെ ചുമ്മാ പറയുന്നതാണ്, അവിടുന്ന് അവനെ ജോലിക്കൊന്നും ഇറങ്ങണം, അവന് ജോലി ചെയ്യാൻ മടിയാണ്, അതുകൊണ്ട് അവൻ കള്ളത്തരം പറഞ്ഞാണ്, അവനൊരു കുഴപ്പമില്ല. അപ്പോഴും തങ്കച്ചനകത്ത് കിടന്ന് അലറുക, അയ്യോ ഞാൻ കണ്ടേ, ഇത് പൊങ്ങി നിൽക്കുന്നത് എനിക്ക് കണ്ണ് തുറക്കാനൊന്നും വയ്യ, പേടിയാണെന്നൊക്കെ തങ്കച്ചൻ കിടന്ന് ഉറക്കപ്പിച്ച് പറയുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കറിയാച്ചൻ പള്ളിയിലച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറയും, അച്ഛൻ ഒരു പ്രശ്നമുണ്ട്, ഒരാളെ ഒന്ന് പ്രാർത്ഥിച്ച് ശരിയാക്കണം, അവിടെ ദേഹത്ത് പ്രേതം കൂടിയിട്ടുണ്ട്, നമ്മുടെ ഗന്ധക്കാരൻ കപ്പിയാരില്ലേ അയാളുടെ പ്രേതമാണെന്ന് തോന്നുന്നു, ആ പറമ്പിൽ വെച്ച് ഒരു എയറോപ്ലെയിന് പേപ്പറും കൊണ്ടുള്ള ഒരു പ്ലെയിൻ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കണ്ടു, ആൾ ഹിന്ദുവാണ്, ഞാൻ അയാളെ കൂട്ടിക്കൊണ്ട് വരാമെന്നൊക്കെ പറയും. അങ്ങനെ കറിയാച്ചൻ പോയിട്ട് നമ്മുടെ ഭരതനെ കൂട്ടിക്കൊണ്ട് വരും പള്ളിമേടയിലേക്ക്. പക്ഷേ പള്ളിയിലച്ഛനെ കാണുമ്പോൾ ഭരതൻ നേരെ പ്ലേറ്റ് എടുത്ത് തിരിച്ചിടും. അച്ചോ കുഴപ്പമുണ്ട്, കറിയച്ഛനെ കുറച്ച് ദിവസമായിട്ട് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, പരസ്പര ബന്ധമില്ല, അതൊക്കെയാണ് സംസാരിക്കുന്നത്, ഗന്ധക്കാരൻ കപ്പിയാരെ കണ്ടെന്നൊക്കെയാണ് പറയുന്നതെന്നൊക്കെ പറയും. അപ്പോൾ അച്ഛനെ ഭരതൻ പറയുന്നത് അപ്പടി അങ്ങ് വിശ്വസിക്കും. സത്യത്തിൽ ഭരതൻ കറിയച്ഛനൊരു പണി കൊടുത്തതാണ്, ഒരു രസത്തിന് വേണ്ടി. അപ്പോൾ ആ പള്ളിമേടയിലേക്ക് ഇന്നസെൻ്റ് തൻ്റെ മകനായ തങ്കച്ചനെ കൂട്ടിക്കൊണ്ട് വരും. തങ്കച്ചൻ ഇതുപോലെ ടയർ പൊങ്ങുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ, അത് നോക്കുമ്പോൾ ബിജുമേനും കാണും. തങ്കച്ചൻ അവിടേക്ക് കയറി വരുന്നു. അങ്ങനെ ബിജുമേനൻ ഇതൊക്കെ കേൾക്കുന്നു, ടയർ പൊങ്ങി നിൽക്കുന്നു, ഞാൻ പറഞ്ഞ സത്യമാണ് എന്നൊക്കെ പറയും. അപ്പം ഇന്നസെൻ്റ് പറയും, അച്ഛോ ഇവൻ ഇന്നലെ മുതൽ ഇങ്ങനെയാണ്, എന്തോ കുഴപ്പമുണ്ട്, അച്ഛനൊന്ന് പ്രാർത്ഥിക്ക്. അപ്പം പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടതാ അച്ചോ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിന് ബിജുമേനോന് അവിടേക്ക് കയറി വരും. ബിജുമേനോൻ വന്ന് പെട്ടെന്ന് ചോദിക്കും, താൻ എന്താടോ കണ്ടത്, എന്നോട് പറ. അപ്പോൾ ബിജുമേനോന് ഇയാൾ കണ്ട സെയിം കാര്യമായതുകൊണ്ട് ബിജുമേനോന് കാര്യം പിടികിട്ടി. പക്ഷേ ഇയാൾക്ക് ബിജുമേനോനെ പേടിയാണ്, കാരണം ബിജുമേനോന് മാനസികമായി സുഖമില്ലെന്നാണ് കരക്കമ്പി. മറ്റുള്ളവർ നോക്കുമ്പോൾ ക്ലാസ്സിൽ നടന്ന ആ പ്രശ്നത്തിൻ്റെ പേരിൽ ബിജുമേനോൻ ആ ചെറുക്കനുമായിട്ട് ഗുസ്തി പിടിക്കുന്നതായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഭരതൻ്റെ വീടാണ്. ഭരതൻ ഭിത്തിയിൽ ഇങ്ങനെ ഓരോ ഇക്വേഷൻസ് ഒക്കെ കോറിയിടുന്നു. അപ്പോൾ ഗീത ചോദിക്കുന്നു, എന്താ ഭരതട്ടെ കാണിക്കുന്നത്, ഭിത്തിയൊക്കെ വരച്ച് കുളവാക്കാത്. അപ്പോൾ ഗീത ഇത് തടയാൻ വരുമ്പോൾ ഗീതയെ പിടിച്ച് തെള്ളുന്നു. ജസ്റ്റ് തെള്ളുമ്പോൾ ഗീതയുടെ തല പൊട്ടി ചോര വരുന്നു. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭരതൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ആ ഇക്വേഷൻ എഴുതുന്നതിലും അതെന്താണ് കണ്ടുപിടിക്കുക എന്നുള്ള ത്വരയിൽ വരുന്നു. ഗീത വീണതൊന്നും ഭരതൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവർ മുന്നിൽ ജയിക്കണം, താൻ പറയുന്നത് സത്യമാണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഭരതൻ്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന വാശി ബോധമനസ്സിനെ തകർത്ത് കളയും. അപ്പോൾ ഭരതനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ചുറ്റും നിൽക്കുന്നവരെ പോലും ഭരതൻ കാണുന്നില്ല. അടുത്ത സീനിൽ തങ്കച്ചൻ റിക്കവറായി തിരിച്ച് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ മുതലാളി പറയുന്നു, നിനക്കിവിടെ ജോലിയൊന്നുമില്ല, നീ ഭ്രാന്തനാണ്, നാട്ടുകാർക്ക് മൊത്തം അറിയാം. അപ്പോൾ തങ്കച്ചൻ പറയുന്നു, എന്നെ ഭ്രാന്തനാക്കെ നോക്കിയുണ്ടല്ലോ, എല്ലാത്തിനും ഞാൻ കാണിച്ചുതരാം, ഇറങ്ങിപ്പോടാ അവിടെ നിന്നൊക്കെ പറയുന്നു. അവിടെ വെച്ച് ഭരതൻ തങ്കച്ചനെ ചേസ് ചെയ്ത് പിടിക്കുന്നു. അപ്പോൾ തങ്കച്ചൻ ഒന്നാമത് ഭരതനെ പേടിയാണ്, കാരണം ഭരതന് വട്ടാണെന്നാണെന്ന് എല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഭ്രാന്തിളകുമ്പോൾ ചിലപ്പോൾ ഞാൻ ഉപദ്രവിച്ചു. എന്തായാലും ഇപ്പം പേടിക്കണ്ട, ഞാൻ നോർമലാ. എന്നിട്ട് ഭരതൻ പറയും, താൻ കാറ്റടിച്ചപ്പോൾ ലോറിയുടെ വീല് പൊങ്ങി, അതുകൊണ്ടല്ലേ നിന്നെ അവിടുന്ന് ഭ്രാന്തനാക്കി എല്ലാവരെയും ഇറക്കി വിട്ടത്. ഇനിയിപ്പോൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിന്നെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ ലോറിയുടെ വീല് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, ഇതിൻ്റെ എല്ലാം ചുരുള് നമുക്ക് അവിടെ നിന്ന് അഴിക്കണം, എന്നാലേ നമുക്കിത് എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് തങ്കച്ചനും ഭരതൻ്റെ ഒപ്പം കൂടുന്നു. എന്നിട്ട് അവർ വണ്ടിത്താവളത്തിൽ ആ ലോറിയുടെ വീൽ അന്വേഷിച്ച് ചെന്ന് കഴിയുമ്പം അവിടുത്തെ ആൾക്കാർ ഇവരെ ദേഹോദ്രവമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ ആ മിഷൻ കംപ്ലീറ്റ് ആക്കാതെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോകും. അടുത്ത സീൻ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. ഗീതയുടെ വീട്ടിലെ ഗീതയുടെ അച്ഛനും ആങ്ങളെയും ചെല്ലുന്നു. അപ്പോൾ ഗീതയോട് പറയും, നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വാ, ഈ ഭ്രാന്തനോട് നിൽക്കേണ്ട. അപ്പോഴത്തേന് ഭരതൻ അവിടെ കയറി വരുന്നു, മുഷിഞ്ഞ വസ്ത്രമൊക്കെ ആയിട്ട്.
ഭരതന് മെൻ്റലി ഒരു അസുഖവും ഇല്ല. ഭരതൻ്റെ മനസ്സിൽ ഇത് എങ്ങനെയും കണ്ടുപിടിക്കണം എന്നുള്ള ത്വര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭരതൻ അവൻ്റെ പരീക്ഷണശാലയിൽ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പുറത്തെ ജഗതിയുടെ അളിയനും തമ്മിൽ ഒരു ഡീലർഷിപ്പ് നടക്കുകയാണ്. ഭരതൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ ഡീലർഷിപ്പ് നമുക്ക് എങ്ങനെയും മേടിക്കണം, ഒരുപാട് ഓർഡർ വരുന്നുണ്ട്. എന്നിട്ട് കറിയാച്ച നേരെ ഭരതൻ്റെ വീട്ടിൽ ചെന്നിട്ട് കുറേ എഗ്രിമെൻറ്റ് പേപ്പറിനകത്ത് ഭരതനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നു. ഭരതൻ എന്താ ചെയ്യുന്നതെന്ന് പോലും ഭരതന് ഓർമ്മയില്ല. ഭരതൻ്റെ മിഷൻ മൊത്തം ആ ദൗത്യം എങ്ങനെയും ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഭരതൻ ഒന്നിലും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ കറിയാച്ചൻ പറയുന്നു, ഭരതന് വേണ്ടി ഞാനൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്, ആ ലോറി മൊത്തത്തിൽ ഞാനിങ്ങനെ പൊക്കി, അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ അത് വെട്ടിപ്പൊളിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഭരതന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തു തരണ്ടേന്ന് പറയും. എന്നിട്ട് ടയർ എടുത്തിട്ട് ഭരതന് കൊടുക്കും. ഭരതനാണെങ്കിൽ തങ്കച്ചൻ്റെ അടുത്ത് ചോദിക്കും, തങ്കച്ച താൻ പറഞ്ഞ ഈ ടയർ ഇത് തന്നെയല്ലേ, ഇത് നമുക്ക് വെട്ടിപ്പൊളിച്ച് നോക്കണം, ഇതിൻ്റെ ആണിവേരടക്കം നമുക്ക് പരിശോധിക്കണം, എല്ലാത്തിൻ്റെയും തുടക്കം മീനാത്തിൽ നിന്നാണ്. അപ്പോൾ തങ്കച്ചൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്ന് പതുങ്ങി നോക്കുന്നുണ്ട്, ഇവരെന്തായി ചെയ്യുന്നത്. അപ്പോൾ തങ്കച്ചനെ വിളിക്കാൻ തങ്കച്ചൻ്റെ അച്ഛൻ വന്ന് ചെള്ളയ്ക്ക് ഒരു അടിയൊക്കെ കൊടുക്കും. തങ്കച്ച മോനെ നീ വീട്ടിലേക്ക് തിരിച്ചു പോയി, വട്ടൻ്റെ കൂടി നിൻ്റെ കരിയർ നശിപ്പിക്കല്ലേ എന്നൊക്കെ അച്ഛൻ പറയും. എന്നിട്ട് തങ്കച്ചൻ്റെ അച്ഛൻ നേരെ കയറി വരുന്നത് ഭരതൻ്റെ പരീക്ഷണശാലയിലേക്കാണ്. അവിടെ നോക്കുമ്പോൾ ഒരു ടൈം പീസ് ഒരു കത്രിക ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. അപ്പോൾ തങ്കച്ചൻ്റെ അച്ഛൻ ഞെട്ടിപ്പോകുന്നു. തങ്കച്ചൻ്റെ അച്ഛൻ പറയുന്നു, മോനെടാ ഇത് പൊങ്ങി നിൽക്കുന്നു, ഞാൻ കണ്ടതാ. അപ്പോൾ ഭരതൻ അവിടെ എല്ലാം സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ അവിടെ ട്യൂബ് കിടക്കുന്നു. ആ ട്യൂബ് ആ ലോറിയുടെ ടയറിൻ്റെ ഒരു പീസായിരുന്നു. അതിലൊരു പഞ്ചർ ഉണ്ടായിരുന്നു. ആ പഞ്ചർ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചപ്പോൾ എന്തോ ഒരു അരിമണി പോലൊരു സാധനം അതിൽ പതിയുന്നു. അങ്ങനെ അത് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഭരതൻ നിരീക്ഷിക്കുന്നു. എന്താണെന്നൊന്നും ഒട്ടും പിടികിട്ടുന്നില്ല. അലക്സ് ലോറിയുടെ വീൽ ആകാശത്തേക്ക് പൊക്കിയ മായ രാക്ഷസൻ നമ്മുടെ വലയിൽ കുടുങ്ങി. ഇനി ഈ തരികൾ എങ്ങനെ ഇതിനകത്തേക്ക് കടന്നുകൂടിയെന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അവിടെ ഇതിൻ്റെ ഒറിജിനൽ കാൽപ്പാട് കാണും. അപ്പോൾ തങ്കച്ചൻ്റെ അച്ഛൻ പറയുന്നു, ഇത് അള്ളു വെച്ചതാണ്, അള്ളു വെക്കാൻ ഈ ഏരിയയിൽ ഒരാളേ ഉള്ളൂ, അയാളെ എനിക്കറിയാം, നമുക്ക് പോകാം അങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് അവർ ലോറി എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. ആ അള്ളു വെച്ച ആളെ കണ്ടുപിടിക്കുന്നു. അയാൾ തന്നെയാണ് പഞ്ചർ ഒട്ടിക്കുന്നത്. അയാളോട് ഭരതൻ ചോദിക്കുന്നു, ഇത് എന്തിൻ്റെ തരികളാണ്. അതറിയാവുന്ന ഒരേ ഒരാൾ ആണ്ടിക്കുറവനാണ്. ആണ്ടിക്കുറവൻ്റെ അടുത്തേക്ക് അയാൾ അവരെ പറഞ്ഞു വിടുന്നു. ആണ്ടിക്കുറവനോട് ഭരതൻ ചോദിക്കുന്നു, ഇത് എന്തിൻ്റെ തരികളാണ്. അപ്പോൾ ആണ്ടിക്കുറവൻ പറയുന്നു, ഇതിന്റെ പൊരുൾ തേടി ഒരു നാട്ടുമനുഷ്യൻ എന്നെ തേടി വരുമെന്ന് എനിക്ക് തെരിയുമായിരുന്നു. എങ്ങനെ ദ്രാവിഡന്റെ കരുത്തും സൂര്യഭഗവാന്റെ തേജസ്സും ആഞ്ജനേയരുടെ ആശീർവാദവും എപ്പോഴും ചേർന്നിരിക്കുന്ന ഈ ഊർമൂപ്പന്റെ കൽപ്പന, കറമ്പൻ കുറവന്റെ കൽപ്പന. അവിടെ വെച്ച് ആ സത്യത്തിൻ്റെ പൊരുൾ അവർക്ക് മനസ്സിലാവുന്നു. പണ്ട് ഹനുമാൻ ലങ്കയിലേക്ക് പറഞ്ഞത് അവിടെ നിന്നാണെന്നും അപ്പോൾ അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള കുമിളുണ്ടായി, ഒരു കൂണുണ്ടായി, ആ കുമിളിന് ഹനുമാൻ്റെ ശക്തി ഉണ്ടെന്നും പറഞ്ഞു. അതും പറഞ്ഞ് അയാൾ ഭരതനിലേക്ക് ആ കുമിള് വെച്ച് നീട്ടി. ഭരതൻ അത് തൻ്റെ പരീക്ഷണശാലയിലേക്ക് എടുത്തുകൊണ്ട് പോയി. പക്ഷേ ഭരതൻ അറിയായിരുന്നു അതൊരു സയൻസാണ്, അല്ലാതെ ഹനുമാൻ്റെ ശക്തിയൊന്നും അല്ല. അതിലെന്തോ രണ്ട് മൂലകങ്ങളോ രണ്ട് ആറ്റങ്ങളോ തമ്മിൽ ഉണ്ടാകുന്ന ആ ഒരു കാന്തിക ശക്തി കാരണമാണ് അവിടെ ഒരു മാഗ്നറ്റിക് റിയാക്ഷൻ ഉണ്ടാകുന്നതെന്നും ഭരതന് മനസ്സിലാവുന്നു. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായോ? 10 ഭൂതത്താന്മാർ, അതായത് താപമർദ്ദങ്ങളിൽ വ്യത്യാസമുള്ള 10 അന്തരീക്ഷ വ്യവസ്ഥകൾ. ഇതിലേതെങ്കിലും ഒന്നാണോ ഹനുമാൻ കുമിളിൽ ആ എഫക്റ്റ് ഉണർത്തുന്നത്? ആണെന്ന് കണ്ടെത്തിയ നമ്മൾ ജയിച്ചു തങ്കച്ചോ. എങ്കിൽ ദൈവം ആദിവാസികളുടെ കയ്യിൽ രഹസ്യമായി ഏൽപ്പിച്ച ആകാശത്തിന്റെ ഒറിജിനൽ താക്കോലായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ അവർ പരീക്ഷണാടിസ്ഥാനത്തിലെല്ലാം ഒത്തുനോക്കുന്നു. പക്ഷേ അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാവുന്നില്ല. അങ്ങനെ വിചാരിച്ചു, ഓ പരീക്ഷണം പാളി. പക്ഷേ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അങ്ങനെ നമ്മുടെ കറിയച്ച് നേരെ ഭരതന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പ്രാന്ത് പിടിപ്പിക്കുന്ന ലന്തക്കാരൊക്കെ പേരെ പ്രേതം പുള്ളിയെ ഞാൻ അങ്ങോട്ട് പിടികൂടി. ജഗ് മുകളിലേക്ക് ഇട് കറിയാച്ച. അത് വേണോ? ജഗ് മുകളിലേക്ക് ഇടാൻ. കണ്ണു തുറക്ക അറിയാച്ച. പിടിച്ചു. അങ്ങനെ ഭരതൻ്റെ കണ്ടുപിടുത്തം അറിഞ്ഞ് കുറേ സയൻറ്റിസ്റ്റുകൾ ഭരതൻ്റെ പരീക്ഷണശാലയിലേക്ക് ചെല്ലുന്നു. അങ്ങനെ ഭരതനെ ഒരുപാട് കളിയാക്കുന്നു. ഇതെന്ത് ഫൂളിഷ്നെസ്സാണ്, ഭരതൻ എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ഭരതൻ അവർക്ക് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുന്നു. എന്നാൽ ഒന്ന് കാണിച്ചു തരാൻ പറയും. പക്ഷേ ഭരതൻ ആ കുമിളവിമാനം പൊക്കാനുള്ള ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ടൈമിൽ അത് അവിടെ വെച്ച് ഫ്ലോപ്പായിപ്പോവും. അവിടെ എന്താ സംഭവിച്ചതെന്ന് ഭരതനും അറിയത്തില്ല, അവർക്കും അറിയത്തില്ല. പക്ഷേ അവർ വെളിയിലോട്ടിറങ്ങുന്ന സന്ദർഭത്തിൽ സ്വന്തം ഭാര്യ, അതായത് ഗീതയുടെ മുന്നിൽ വെച്ചിട്ട് ഭരതൻ
അവൻ്റെ പരീക്ഷണം അച്ചീവ് ചെയ്യുന്നു. സ്വന്തം ഭാര്യയുടെ മുമ്പ് വെച്ചിട്ട് ആ കുമിള വിമാനം ആകാശത്തേക്ക് ഉയരുന്നു. അതിന് സാക്ഷി ഗീതയാണ്. അപ്പോൾ ഗീതയ്ക്ക് മനസ്സിലാവുന്നു ഭരതന് ഒരു കുഴപ്പമില്ല, ഇത്രയും നാളും അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. ഓർക്കണം, അപ്പോഴും ഭരതൻ്റെ ഉപബോധ മനസ്സാണ് ഉണർന്നിരിക്കുന്നത്. അവിടെ ജയിക്കണം എന്നുള്ള ഒരു ഉപബോധ മനസ്സ്. തൻ്റെ ഭാര്യയുടെ മുന്നിൽ ഭരതൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഭരതൻ പിറ്റേ ദിവസം ഈ കാര്യങ്ങളെല്ലാം മറന്നിരുന്നു. ഭരതൻ്റെ തലച്ചോറിനകത്ത് നിന്ന് ഭരതൻ അങ്ങനെ ഒരു കുമിള വിമാനം ഉണ്ടാക്കിയതും ഹനുമാൻ കുമിളിൻ്റെ കാര്യവും എല്ലാം മറന്നുപോയിരുന്നു. അങ്ങനെ ഭരതൻ്റെ വീട്ടിലേക്ക് തങ്കച്ചൻ ചെല്ലുന്നു. പക്ഷേ ആദ്യമായി കണ്ടതുപോലെയാണ് ഭരതൻ തങ്കച്ചൻ്റെ അടുത്ത് ഇടപെട്ടത്. അങ്ങനെ തങ്കച്ചൻ പറയുന്നു, സാർ ആ പരീക്ഷണം ഉടനെ കംപ്ലീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും, അവരതൊക്കെ പൊളിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നൊക്കെ പറയുന്നു. അവിടേക്ക് നമ്മുടെ തങ്കച്ചൻ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. അവിടേക്ക് ഭരതൻ പെട്ടെന്ന് കയറി വരുന്നു. ഭരതൻ വന്നിട്ട് എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറയുന്നു. അപ്പോൾ ഗീത പറയുന്നു, നിങ്ങൾക്ക് വേണ്ടത് ഇതിൻ്റെ വാടക പൈസയല്ലേ, അത് ഞാൻ തന്നോളാം, ഇത് പൊളിക്കരുത്. അപ്പോൾ ഭാര്യയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു, ഗീതയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു ഭരതനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന്. അങ്ങനെ ആ ഒരു ഉറപ്പിൻ്റെ മേളിൽ തങ്കച്ചനൊരു ആശ്വാസമാകുന്നു. സബ് കളക്ടർ ഈ കാര്യം അറിഞ്ഞിട്ട് ഭരതനെ നേരിട്ട് വിളിക്കുന്നു. പക്ഷെ ഭരതനൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഗീത കളക്ടറോട് പറയുന്നു, സാർ ഭരതേട്ടന് കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, കഴിഞ്ഞ കാലങ്ങളൊക്കെ ഭരതേട്ടൻ മറന്നുപോയി, എന്ത് സംഭവിച്ചു എന്നറിയില്ല. അപ്പോൾ കളക്ടറും കൂടുതൽ വിഷമത്തിലാകുന്നു. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഗീത കരിക്കട്ട കൊണ്ട് ചുവരിലെല്ലാം ഭരതൻ ചെയ്ത പോലെ ഇങ്ങനെ കോറിയിടുന്നു. ഭരതൻ്റെ സുഹൃത്ത് വന്ന്, നിനക്ക് എന്താടാ പറ്റിയത്, നിനക്കൊന്നും ഓർമ്മയില്ലെന്നൊക്കെ ചോദിക്കുന്നു. അവർ മാരും തിരിഞ്ഞുമൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഈ ന്യൂസൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. ശാസ്ത്രജ്ഞനെ പോലെ ഭരതൻ ഒരു കുമിള വിമാനം കണ്ടുപിടിച്ചതും അത് കാണുന്നത് അറ്റ് ദ സെയിം ടൈം സുരേഷ് ഗോപി കാണുന്നുണ്ട്. സുരേഷ് ഗോപി ഒരു പാരാസൈക്കോളജിസ്റ്റാണ്. സുരേഷ് ഗോപി ചികിത്സിക്കാനായിട്ട് നമ്മുടെ ഭരതനെ ചികിത്സിക്കാൻ അവരുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ തങ്കച്ചൻ കരുതുന്നു സുരേഷ് ഗോപി ഇതൊക്കെ നശിപ്പിക്കാൻ വന്ന ഒരാളാണ്, ശത്രുവാണ്. അപ്പോൾ തങ്കച്ചനടുത്ത് സുരേഷ് ഗോപി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മിത്രമാണ്, നിങ്ങളിതൊക്കെ ഒന്ന് ശരിയാക്ക്, എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഭരതൻ്റെ ഓർമ്മയൊക്കെ കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സുരേഷ് ഗോപി നേരെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ഭരതനെ പരിചയപ്പെടുന്നു. അവിടെയും ഭരതൻ സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, എനിക്കൊന്നും ഓർമ്മയില്ല, നിങ്ങൾ വേറെ ആരും അന്വേഷിച്ച് വന്നതാണ്. അപ്പോൾ കളക്ടറും പറയുന്നു, അല്ല, ഞങ്ങൾ ഉദ്ദേശിച്ച ആൾ നിങ്ങൾ തന്നെയാണ് ഭരതൻ, ഭരതനൊന്നും ഓർമ്മയില്ല. അവിടെ ഗീതയും കൂടുതൽ വിഷമത്തിലാവുന്നു. അങ്ങനെ അവരെല്ലാം കൂടെ ചേർന്ന് ഭരതൻ്റെ ഓർമ്മ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയും അവർ അറ്റംപ്റ്റ് കാര്യമായി വിജയിക്കുകയും ചെയ്യുന്നു. ഭരതന് തൻ്റെ ഭൂതകാലമൊക്കെ ഓർമ്മ വരികയും അവൻ എന്താണ് ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ഭരതന് ആ മൊമെൻറ്റിൽ തിരിച്ച് ഓർമ്മ കിട്ടുന്നു. അങ്ങനെ ഭരതൻ നേരെ ഭരതൻ്റെ പരീക്ഷണശാലയിലേക്ക് ചെല്ലുന്നു. ആ കുമിളവിമാനം തിരിച്ച് പറത്താനുള്ള പ്രോഗ്രാമിങ് കാര്യങ്ങളും എല്ലാം നടത്തുന്നു. അങ്ങനെ തങ്കച്ചനും എല്ലാവർക്കും സന്തോഷമാകുന്നു. അങ്ങനെ അവർ ആ അറ്റംപ്റ്റ് ഒന്നുകൂടെ ശ്രമിക്കാൻ നോക്കുന്നു. അങ്ങനെ അത് പരീക്ഷണം വിജയിക്കുന്നു. അങ്ങനെ ആ കുമിളവിമാനം പൊങ്ങുന്നു. അപ്പോൾ എല്ലാവർക്കും വിശ്വാസമാകുന്നു ഭരതന് ഭ്രാന്തൊന്നുമില്ല, ഭരതൻ ഇത്ര നാളും പറഞ്ഞത് സത്യമായിരുന്നു എന്നുള്ള കാര്യം. അവർ അറ്റംപ്റ്റ് വിജയിക്കുകയും ഭരതൻ ജയിക്കുകയും ചെയ്യുന്നു. പക്ഷെങ്കിൽ ഒരു മൊമെൻറ്റിൽ വെച്ചിട്ട് ആ കുമിളവിമാനം ബാലൻസ് തെറ്റി നേരെ കടലിലേക്ക് പതിക്കുകയും ഭരതൻ മരിച്ചു എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ഭരതൻ ജീവനോടെ തിരിച്ച് കടലിൽ നിന്ന് കയറുന്നു. അങ്ങനെ പിന്നീട് അവർ തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ സിനിമ അവിടെ വൈൻഡപ്പ് ആവുകയാണ്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരതൻ എന്ന് പറയുന്ന സാധാരണക്കാരൻ്റെ ഉള്ളിലെ ആ ഒരു കനൽ, കുട്ടിക്കാലം മുതലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ മറ്റുള്ളവർ വിശ്വസിക്കാതിരിക്കുമ്പം അവരെ കൺവിൻസ് ചെയ്യണം എന്ന് അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൻ്റെ അതിയായിട്ടുള്ള ആഗ്രഹം കാരണമാണ് അദ്ദേഹം ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയത്, മറ്റുള്ളവരുടെ മുന്നിൽ ഭ്രാന്തനായത്. വളരെ നല്ലൊരു സയൻസ് ഫിക്ഷൻ മൂവിയാണ് ഭരതൻ എഫക്റ്റ്. എല്ലാവരും പോയി ചിത്രം കാണുക. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.